ഗോമാതാവിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാതാവിന്റെ പാലെന്തിന് നിങ്ങളെടുത്ത് കുടിക്കുന്നത് ആ, ആ. എന്നുള്ള ഒരു അത് ഇത്. എനിക്കും നല്ല ഡൗട്ടുള്ള കാര്യമാണ്. എന്തിനാണ് കുട്ടികൾക്ക് പശുക്കിടാവിനുള്ള കിട്ടേണ്ട സാധനല്ലേ? അല്ല, നമ്മളെല്ലാം ഗോമാതാവിന്റെ മക്കളാണല്ലോ, അപ്പൊ അത് നമുക്കും അവകാശപ്പെട്ടതാണ്. അപ്പം അപ്പം മറ്റേ മേക്ക് സെൻസ്. ഒറിജിനൽ പിള്ളേര് സ്റ്റാർവ് ചെയ്ത് ചത്താലും കുഴപ്പമില്ല. നമ്മള് വളർത്തു മക്കള് ഫുള്ളി ഇല്ല, ഒറിജിനൽ പിള്ളേർക്ക് ന്യൂട്രീഷന്റെ കൊടുത്തിട്ടേ നമ്മൾ എടുക്കാറുള്ളൂ. എടുക്കത്തുള്ളൂ. ഓക്കെ, ഓക്കെ. നമ്മൾ അത്രയ്ക്ക് ക്രൂരന്മാരല്ല. നമ്മൾ അല്ല, അല്ല. ഒബിയസ്ലി. ഓക്കെ. പക്ഷെ ബീഫ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു എന്നുള്ള ഒരു അപശ്രുതി ആരൊക്കെയോ പറഞ്ഞു വരുത്തി ഞാൻ അതിലേറ്റവും ഇത് കേട്ടായിരുന്നു. മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഉത്തർപ്രദേശാണ്. ആൻഡ് ദിസ് ഉത്തർപ്രദേശ് അതെങ്ങനെ? ഉത്തർപ്രദേശാണ്. അതാണ് ലൈക്ക് ദേ അതായത് ഹാവ് തിന്നാത്ത മാതാവിനെ അവര് വെട്ടി അവര് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ്. ഗോമാതാവിനെ അവരൊന്നും ചെയ്യാറില്ല, പിതാവിനെയാണ് ഓ, വെട്ടിക്കൊല്ലുന്നത്. ആണോ? ഓക്കെ, ഓക്കെ. ബട്ട് അവിടെ നിന്നാണ് അതില് ഐ തിങ്ക് ദർ ഇസ് എ BJP പൊളിറ്റീഷ്യൻ ഹു ഇസ് ആക്ച്വലി ലീഡിങ് ദർ. ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ നീ വായിച്ചു വന്നായിരുന്നു. ബിസിനസ് ലീഡ് ചെയ്യുന്നതാണോ അതോ സ്റ്റേറ്റ് ലീഡ് ചെയ്യുന്നതിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല, ബിസിനസ്സിൽ, അല്ല, അതായത് ഈ ആ ഒരു എക്സ്പോർട്ട് ബിസിനസ് ഓ, ബിസിനസ്. എക്സ്പോർട്ട് ബിസിനസ് ലീഡ് ബിസിനസ് ചെയ്യുന്ന. ഓക്കെ, ഓക്കെ. അതിലൊക്കെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ എന്നാ ഇതുപോലെ BJP ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റിലും ഇതുപോലെ തന്നെ ബീഫ് എക്സ്പോർട്ട് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഈ അത് അവര് ഇങ്ങനെ കഴിക്കുന്നില്ലല്ലോ. UAE ഇതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ പാക്ക് ചെയ്ത് വരുന്നത് പാക്ക് ഫ്രം ഉത്തർപ്രദേശ് ഓ, എന്നതിനകത്ത് ബോൾഡായിട്ട് അടിപൊളി. എഴുതി വെച്ചിരിക്കുന്ന കുറെ വീഡിയോസ് ഒക്കെ. അത് മറ്റേ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന വഴി മറ്റേ കൊരങ്ങനെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ടീംസ് ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ there is no argument on that. അതായത് മൂഷിക വാഹനനാന്ന് പറഞ്ഞിട്ട് എലിയെ കൊന്ന് മറ്റേ ആറ്റിക്കൊണ്ടേ കൊന്നിട്ട് അതിന് സുഖം കണ്ടെത്തുന്ന എത്ര സൈക്കോകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. എലിയാ പെറ്റ് വരും, ഇതിനെങ്കിലും കൊന്ന, എന്നിട്ട് പാമ്പിനെ തല്ലിക്കൊല്ലുക. പാമ്പിനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വാവ സുരേഷിന്റെ അത്രയും പോലും സ്നേഹമില്ല. ഈ പറയുന്ന നീയും ചാണകം ഞാനും ചാണകം ടീമുകൾക്ക്